ഒരു വയസ്സായ ഒരാൾക്ക് എണ്ണ തേച്ചു കൊടുത്ത് പോണീൻ്റെ തലേ ദിവസം അയാളിങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. സംഭവം ഒന്നുമില്ല, അവർ എണ്ണ തേച്ചു കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മക്കൾ പോലും എനിക്ക് എണ്ണ തേച്ചു തന്നിട്ടില്ല. അദ്ദേഹത്തിന് ഏകദേശം 80 വയസ്സായി. അതുകൊണ്ട് അങ്ങനെ സ്നേഹം പോലെ സ്നേഹത്തിൻ്റെ ആളുകളായി നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് സത്യത്തിൽ എപ്പോഴും മനുഷ്യർ നമ്മളോടൊപ്പം ഉണ്ടാവും. അവിടെ ഈ പച്ചയായി എല്ലാവരെയും ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിച്ച ശ്രമകരം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇതിൽ എല്ലാ ആളുകളെയും ഒന്നിച്ചു കൂട്ടുന്നു എന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വ്യത്യസ്തരായ ആൾക്കാരെന്നുള്ള ചർച്ച ഉണ്ടാവാൻ പാടില്ല. ഈ മതസൗഹാർദ്ദം, മനുഷ്യ സൗഹാർദ്ദം എന്നുള്ള വാക്ക് തന്നെ ഒരു ക്ലീശയാണ്. അത് ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു സാധനമാണ്, അല്ലാതെ പ്രസംഗിക്കേണ്ട സാധനമൊന്നുമല്ല. എന്നും മതസൗഹാർദ്ദം എന്നിങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് സത്യത്തിൽ ആ സൗഹാർദ്ദം കുറച്ച് കുറവായിരിക്കും. ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ട. അപ്പുറത്തെ നാരായണേട്ടനും അപ്പുറത്തെ ജോസഫും അപ്പുറത്തെ കാർത്തിയാനിയമ്മയും എല്ലാവരും സാന്ത്വനത്തിൻ്റെ ആളുകളെ കാത്തിരിക്കുന്ന അതിമനോഹരമായ നിമിഷങ്ങളിൽ വരട്ടെ. ഇതൊരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാക്കിയിട്ടില്ല. ഇതിൻ്റെ തുടക്കം മുതലേ ഏകദേശം ഒരു സന്തത സഹചാരിയായി ഇതിൻ്റെ കൂടത്തിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില ആളുകളുടെ സപ്പോർട്ടില്ലായ്മയുടെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, രാഷ്ട്രീയപരമായ തർക്കവിതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില രാഷ്ട്രീയക്കാർക്ക് ഞങ്ങൾക്ക് തുടങ്ങാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊന്നും ആരാണോ തുടങ്ങിയത് അവരെ സപ്പോർട്ട് ചെയ്യുക. അത് നമ്മുടെ പാർട്ടി തുടങ്ങി, ആ പാർട്ടി തുടങ്ങി, അതൊന്നും നോക്കരുത്. മനുഷ്യർ തുടങ്ങിയാൽ അവരെ എന്താക്കണം, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതാരായിരുന്നാലും ശരി. കാരണം ഇവിടുത്തെ ഈ ഹാള്, അവിടുത്തെ ലൈബ്രറി, അപ്പുറത്ത് മയ്യത്ത് കുളിപ്പിക്കാനുണ്ട്. ഇനി മയ്യത്തൊന്നും കുളിപ്പിക്കാൻ ആളെ കിട്ടൂല. പല സ്ഥലങ്ങളിലും അതിനൊക്കെ പ്രൊഫഷണൽ ഏരിയയാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഭിന്നശേഷിക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാണ്? നാളെ ഭിന്നശേഷിക്കാരെ കൂട്ടിയിട്ട് പള്ളിയിൽ കൊണ്ടുപോയി, മുസ്ലിങ്ങളായ ഭിന്നശേഷിക്കാർ അവർ വീട്ടിലിരിക്കുകയാണ്. അവർ പള്ളിയിൽ പോകാറില്ല, ജുമാക്ക് പോകാറില്ല. എല്ലാവരും ഇരുന്ന് കരയാണ്, ഇതാണോ പള്ളി, ഇതാണോ ജുമാ എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഇതും പരപ്പനങ്ങാടി സംഭവിച്ചത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർക്കുക, ഒന്നിച്ചാക്കുക, എല്ലാ മനുഷ്യരെയും നമ്മൾ എന്താക്കുക, ഇതാക്കുക. ഒരിക്കലും ഇതേപോലെ CS സെൻ്ററിൽ പോയപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയുണ്ട്. അവൾക്ക് 9 തവണയോ മറ്റോ തലക്ക് വീണ്ടും 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 ഓപ്പറേഷൻ ചെയ്തതാണ്. ആ കുട്ടി ഇരുന്നങ്ങനെ കരയാണ്. അപ്പം എന്നോട് അവിടുത്തെ അഫ്താബോ എന്താ അവിടെയുള്ള CS സെൻ്റർ നോക്കുന്ന ആളുണ്ടല്ലോ, പേര് നിങ്ങൾക്ക് അറിയായിരിക്കും, ഫത്താഹ് എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ കുട്ടീനോടൊന്ന് സംസാരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ, കുട്ടി ഇങ്ങനെ അലറി വിളിച്ച് കരയാണ്. ഞാൻ ചോദിച്ചോടുള്ളവരുടെ എന്താ പ്രശ്നം. അപ്പം അപ്പുറത്തൊരു കാർത്തിയാനിയമ്മ ഏതൊരാളുണ്ടായിരുന്നു അത്രേ. ആ എപ്പോഴും മോളെപ്പോലെ ഇങ്ങനെ നോക്കും. എന്നിട്ട് എന്ത് ചെയ്തു, ഈ കാർത്തിയാനിയമ്മയോട് പിന്നെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞു. കാരണം ഇനി നിങ്ങൾക്ക് ചികിത്സയില്ല, നിങ്ങൾക്ക് ചികിത്സയില്ല, ക്യാൻസറാണ്, പോകാൻ പറഞ്ഞു. അങ്ങനെ പായയും തലയിണയും എല്ലാം എടുത്തുകൊണ്ട് CS സെൻ്ററിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഈ പാവം കുട്ടിയൊന്ന് തൊടാതെ ഒരു ഉമ്മ മാത്രം വെച്ചുകൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന, തളർന്നു കിടക്കുന്ന കുട്ടി ഉമ്മ വെച്ചുകൊണ്ട് പോയി. ഈ കുട്ടി എഴുന്നേറ്റിട്ട് കാർത്തിയാനിയമ്മയെ കാണുന്നില്ല. എൻ്റെ പേര് ഓർമ്മയില്ല, കാർത്തിയാനിയമ്മ എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായിരുന്നാലും അമ്മയെ കാണുന്നില്ല. എന്താ കാര്യം? അവരോട് മരണത്തിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാണ്. ഷീ ഈസ് ഗോയിങ് ടു ബി ഷട്ട് ഡൗൺ. അവൾ മരണത്തിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. പക്ഷേ ഈ കുട്ടിക്കറിയില്ല ഇതൊന്നും. അതുകൊണ്ട് അമ്മച്ചി എവിടെ, അമ്മച്ചി എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, വേദനിക്കുമ്പോൾ മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസപ്പെടുമ്പോൾ മതവും ആചാരവും നോക്കാറില്ല, എല്ലാവരും ഒന്നിച്ചിരിക്കാറാണ്. എല്ലാവരും അമ്മയും മക്കളൊക്കെ ആവാറാണ്. അവിടെ ഇവിടെ ഇരിക്കുന്ന ഇടക്കുളത്തിലുള്ള ഈ സാന്ത്വനം പാലിയേറ്റീവ് കെയർ സെൻറ്റർ, ഡേ കെയർ സെൻറ്റർ ഉണ്ട്, സ്ഥിരമായിട്ടുള്ളതുണ്ട് നിങ്ങൾക്ക്. അതാണ് രണ്ടും കൂടി കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ദുഃഖിക്കുന്ന ആളുകളെ മുഴുവൻ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റുക. ആ മനസ്ഥിതി എന്നും ഉണ്ടാകും. ഇവരോടൊപ്പം എപ്പോഴും മനസ്ഥിതിയിലും വ്യവസ്ഥിതിയിലും അതേപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയിലും എല്ലാറ്റിലും ഇവരുടെ കൂടെ നമ്മളുണ്ടാവുക. ആരെയും ഒറ്റപ്പെടുത്താതിരിക്കുക. ഇവർക്ക് ഭാവിയിൽ ഒരുപാട് ചെലവുകൾ വരും. ഒരു സംരംഭം തുടങ്ങാൻ എളുപ്പമാണ്, പക്ഷെ അത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഇവർക്കത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൻ്റേതായ ചില വരുമാനങ്ങളൊക്കെ വേണ്ടി വരാം. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ടാകണം. ഇതിൻ്റെ ആളുകൾ ഒറ്റപ്പെടുന്നത് പോലെ, രോഗികൾ ഒറ്റപ്പെടുന്നത് പോലെ ഇത് നടത്തുന്നവർ കൂടി ഒറ്റപ്പെടരുത്. കാരണം നമ്മളെല്ലാവരും ചെയ്യേണ്ടുന്ന പണിയാണ് സത്യത്തിൽ ഈ ചെറുപ്പക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാ സപ്പോർട്ടും നിങ്ങൾ നൽകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നെഞ്ചിൽ ചേർക്കുന്ന ഭിന്നശേഷിക്കാരനായ കുട്ടി നടന്ന് നിങ്ങളെ ഇങ്ങനെ തുറിച്ചു നോക്കും. ഭിന്നശേഷിക്കാർക്കൊരു പ്രത്യേകത, അവർ ഉമ്മ വെക്കുന്നതിന് പകരം നാവ് കൊണ്ട് നക്കും. സൈക്കോളജിയിൽ അങ്ങനെയാണ്. സ്നേഹം കൂടുതൽ അവർക്ക്. ഉമ്മ വെക്കൽ ബുദ്ധിയുള്ളവനാണ്. പക്ഷേ ഭിന്നശേഷിക്കാർ, ചിലപ്പോൾ മന്ദബുദ്ധിക്കാരൊക്കെ നാവ് കൊണ്ട് നക്കുക ചെയ്യാം. അവർക്ക് അങ്ങനെ ആ സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയുള്ളൂ. അതുകൊണ്ട് അവരുടെ നക്കൽ പോലും ഏറ്റെടുക്കുന്ന ഒരു വിശാല കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അവരെ ഉമ്മ വെക്കാനുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. ഒരറുപ്പോ വെറുപ്പോ ഇല്ലാതെ അവരെ താലോലിച്ച് കൊണ്ടുപോകാനുള്ളത് ഉണ്ടാവണം. ഇവരങ്ങനെ ചെയ്യുമ്പോൾ അവരെ പിന്നിൽ നിന്ന് താങ്ങുന്ന ഒരു വലിയ ശക്തിയായി നമ്മുടെ കരങ്ങളും ഉണ്ടാകണം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. വാഹിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.